പ്രോപ്പർ ടൈമിൽ നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിനെയും തലച്ചോറിനെയും ലിവറിനെയും ഒക്കെ പോലെ നമ്മുടെ വയറും ഇൻഡസ്റ്റൈൻസും നമ്മുടെ ശരീരത്തിലെ ഓർഗൻസ് തന്നെയാണ്. മറ്റുള്ള ഓർഗൻസിനെ ഇൻഡസ്റ്റൈൻസും സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആക്കി മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഓർഗൻസിന്റെ ഫോർ എക്സാമ്പിൾ ഹേർട്ട് അതിന്റെ ഒന്നും ഫംഗ്ഷനിൽ നമ്മളുടെ ഇൻവോൾവ്മെന്റ് അധികം ആവശ്യമില്ല. അവർക്ക് അവരെ തന്നെ റെഗുലേറ്റ് ചെയ്യാനോ ഫംഗ്ഷൻ ചെയ്യാനോ അറിയാം. പക്ഷെ നമ്മുടെ ഗട്ടിനെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റൊമക്ക് ഇൻഡസ്റ്റൈൻസിനെ ഒക്കെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് അവരുടെ ഫംഗ്ഷനിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഫുഡ് നിങ്ങൾ അകത്തോട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഹേർട്ട്, ലിവർ ഇങ്ങനെയുള്ള ഓർഗൻസിന്റെ ഒക്കെ ഫംഗ്ഷനിൽ നമ്മളും പാർട്ട് ആയിരുന്നുവെങ്കിൽ ഇതിനോടൊക്കെ നമ്മൾ വടിയായി തീർന്നേനെ. അവരെ മിസ്ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ പാവം പിടിച്ച സ്റ്റൊമക്കും ഇൻഡസ്റ്റൈൻസും ഒക്കെ നമ്മൾ അവരെ എത്ര മിസ്ട്രീറ്റ് ചെയ്താലും കുറേയൊക്കെ കഴിയുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കുമെങ്കിലും ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് വളരെ മൈൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയൊന്നും അത്ര കാര്യമായിട്ട് കരുതാറില്ല. സോ നമ്മുടെ GI സിസ്റ്റം നമ്മളുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സിനെ റിഗീവ് ചെയ്ത് തരാറുണ്ട്. പക്ഷേ അതിനെ നമ്മൾ മുതലെടുക്കരുത്. മുതലെടുത്താൽ പിന്നീട് നമുക്കത് പണിയായി മാറും.